നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചില ജാതകങ്ങൾ ഇങ്ങനെയാണ് സുമംഗലാമ്മേ. ഒരു വശത്ത് പേരും പ്രശസ്തിയും ഭഗവാൻ ആവോളം നൽകും, മറുവശത്ത് ഇതുപോലുള്ള ദുഃഖങ്ങളും നൽകും. ഈശ്വരന്റെ ഓരോ കളികൾ, അല്ലാതെ എന്തു പറയാൻ. അതുമാത്രമല്ല ജ്യോത്സ്യരെ, കുടുംബത്തിലുള്ളവർക്കും കുടുംബത്തിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുടുംബത്തിനകത്ത് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും കൂടിക്കൂടി വരുന്നു. എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. എന്താ ജ്യോത്സ്യരെ? കുഴപ്പമാണല്ലോ സുമംഗലാമ്മേ. എട്ടാം ഭാവം കൊണ്ട് ആരൂഢം മറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ അത് മരിച്ചുപോയവരെ സംബന്ധിക്കുന്ന വിഷയമാണ്. മരണപ്പെട്ടുപോയ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാതെ വരുമ്പോഴാണ് ഇതുപോലെ ആരൂഢം മറഞ്ഞു പോകുന്നത്. ആരൂഢം മറഞ്ഞാൽ പിന്നെ പ്രശ്നം പറയാൻ പാടില്ല എന്നാണ് പ്രമാണം. പറഞ്ഞാൽ അതിന്റെ ദോഷം അത് പറയുന്ന ആൾക്കാണ്. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത്? അതിന് തക്ക ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല. അതല്ല സുമംഗലാമ്മേ, തറവാടിന് മുകളിൽ ആത്മാക്കളുടെ കരച്ചിലുണ്ട്. മോക്ഷം കിട്ടാതെ അലയുന്ന ഒരു ആത്മാവിന്റെ ശാപമുണ്ട്. വിശ്വനാഥന്റെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല. ആ ആത്മാവ് ഈ ഭൂമി വിട്ടു പോകാൻ കഴിയാതെ അലഞ്ഞു തിരിയുകയാണ്.